മീഡിയ നെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. ഓണം എന്നും മലയാളിയെ സംബന്ധിച്ച് ആവേശോജ്വലമായ ഒരു ഉത്സവമാണ്. മലയാളിയുടെ ദേശീയോത്സവം, മലയാളിയുടെ മതം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. എന്താണ് ഓണം ഇങ്ങനെ വൈകാരികമാകുന്നത്? ഒരന്വേഷണം. ഇന്നിപ്പോൾ ഓണക്കാലവുമായി ബന്ധപ്പെട്ട് മീഡിയ നെറ്റിലെത്തിയിരിക്കുന്നത് പ്രശസ്ത കവയിത്രിയും എഴുത്തുകാരിയുമായ ഷീലാലാലാണ്. സ്വാഗതം. നമസ്കാരം. ഓണക്കാലാണല്ലോ. മലയാളിയെ സംബന്ധിച്ച് ഓണം അവൻ്റെ മതമാണെന്ന് പറയാം. ഒരുപക്ഷെ അവൻ്റെ വികാരമാണ്, വിശ്വാസമാണ്, അവൻ്റെ വൈകാരിക അനുഭവമാണ് ഓണം എന്നൊക്കെ നമ്മൾ പറയും. എല്ലാ അർത്ഥത്തിലും അതൊരു ആഘോഷമാണ്, ആവേശമാണ്. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഓണത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്? എഴുത്തുകാരി എന്ന നിലയിൽ ഉള്ളതെന്നങ്ങ് മാറ്റി നിർത്താം. ഒരു വ്യക്തി എന്ന നിലയിൽ ഓണത്തെ കാണുമ്പം ഏറ്റവും കൂടുതൽ ഇന്ന് സമൂഹത്തിൽ മാറ്റം വന്നു പോയിരിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ആദ്യകാലങ്ങളിലെ ഓണം, എൻ്റെ ഓർമ്മ മുതൽ അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്കുള്ള കാലത്തെ കേട്ടറിഞ്ഞ കാര്യങ്ങൾ മുതൽ ഉള്ള ഓർമ്മയിൽ ഓണം എന്ന് പറയുന്നതിന് തനതായ ഒരു ചട്ടക്കൂടുണ്ടായിരുന്നു, തനതായ ഒരു വിശ്വാസമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്ര പവിത്രമായ എന്തോ ഒന്ന് ആ ഓണത്തിനുണ്ടായിരുന്നു. അതല്ല ഇപ്പം മാറി മറിഞ്ഞ് വല്ലാതെ പോയതുപോലെയും ഒക്കെ എനിക്ക് ശരിക്കും ഞാൻ സങ്കടത്തോടെ ഓർക്കാറുണ്ട്. ആദ്യകാല ഓണം നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യമേ നമ്മുടെ മുമ്പിലോട്ട് കൊണ്ടുവരുന്നത് വിഭവസമൃദ്ധമായ ആഹാരം, വസ്ത്രമില്ലാത്തവരുടെ ആഗ്രഹമായ വസ്ത്രം, പിന്നെ സ്വതന്ത്രമായ ഒരു കളിയിടം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരുടെ അനുമതിയോടുകൂടി സ്വതന്ത്രമായൊരു കളിയിടം, പിന്നെ അതിൻ്റെ പേരിലുള്ള സുഖകരമായ കുറേ ആചാരങ്ങൾ, ഇതൊക്കെയായിരുന്നു. ഇന്ന് ആ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പം ഇന്നത്തെ ഓണം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഓണം. അന്ന് ഒരു വർഷത്തിലായിരുന്നു ഓണമെങ്കിൽ ഇന്ന് എല്ലാ ദിവസവും ഓണമാണ് മനുഷ്യർക്ക്. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ സുഖത്തെ അറിയാൻ ഇന്ന് ആർക്കും പറ്റുന്നില്ല. അതൊരു എഴുത്തുകാരി എന്ന നിലയിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്ന, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഓണം വല്ലാതെ മാറി മറിഞ്ഞു, സങ്കല്പങ്ങൾ മാറി മറിഞ്ഞു. കാലം വല്ലാതെ മാറിയിരിക്കുന്നല്ലോ. നമ്മൾ പഴയ കാലം, ഒരു ഭൂതകാലം ഓണത്തെ സംബന്ധിച്ച് എല്ലാ മനുഷ്യനും ഓർമ്മിക്കാനുണ്ടാവും. ആ ഓർമ്മകളിലൂടെയാണ് ഇപ്പോൾ മാഡം കടന്നുപോയത്. സത്യത്തിൽ ശരിയാണ്, അങ്ങനെ ഒന്നുമില്ലാത്തൊരു വറുതിയുടെ കാലമായിരുന്നു. ആ വറുതിയുടെ കാലത്ത് സ്വപ്നങ്ങളുണ്ടായിരുന്നു, ആ സ്വപ്നങ്ങൾക്ക് നിറമുണ്ടായിരുന്നു. വർഷത്തിലൊരിക്കൽ എത്തുന്ന ഓണത്തെ സംബന്ധിച്ച് ഇപ്പോൾ കാലം മാറുകയും ആളുകളുടെ ജീവിത രീതി, ജീവിതക്രമമാകെ മറിയുകയും ചെയ്തു. ഈ കാലത്ത് അങ്ങനെ ഒരു നൊസ്റ്റാൾജിയയ്ക്ക് പ്രസക്തിയുണ്ട്. അങ്ങനെ ഒരു ഗ്രഹാതിർത്തിക്ക് മാറിയ കാലത്തിനൊപ്പം ഓണം ആഘോഷിക്കുകയല്ലേ വേണ്ടത്? അല്ല, അതിനെ പൂർണ്ണമായും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല സാർ. എന്താണെന്നറിയാമോ, മാറിയ കാലത്ത് മാറി വരുന്ന ഓരോ കാര്യങ്ങളും എല്ലാവർക്കും ഒരേപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്നവയായിരിക്കണമെന്നില്ല. ഞാനിപ്പം ആ ഒരു കാര്യത്തിലോട്ട് കടന്ന, ഓണം എന്നത് എന്താണ് എന്ന് ഇന്നും പലർക്കും അറിയത്തില്ല. ഓണം എന്താണെന്ന് അറിഞ്ഞാണ് ആഘോഷിക്കുന്നത് എന്നറിയില്ല. ഇന്നത്തെ ഓണം മത്സരങ്ങളാണ്, അല്ലെങ്കിൽ റാലികളാണ്, എല്ലാവരുടെ ഒത്തുകൂടുന്നതാണ്. പക്ഷെ മറ്റൊന്ന് അതിനെക്കുറിച്ച് എനിക്ക് പറയണമെന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മതേതരത്വം ഇന്ന് ഓണത്തിന് കൽപ്പിക്കുന്നുണ്ട് ആളുകൾ. അത് അന്നും എല്ലാവരും ഒത്തുകൂടുന്ന ഒരിതാണ്. ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ ചെയ്തിരുന്നു എങ്കിലും ശരിക്കും ഓണത്തിന്റെ ആദ്യകാലങ്ങളിൽ, അല്ലെ, ഓണം എന്നത് അങ്ങ് സൂചിപ്പിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഓണത്തിനൊരു പങ്കുവെക്കലിൻ്റെ ഒരു വല്ലാത്ത സുഖമുണ്ടായിരുന്നു, ഇല്ലേ? എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ കാലത്ത് കൂടുതലായിരുന്നു. ഇന്നും ഇല്ലെന്നല്ല, പക്ഷേ അന്ന് പങ്കുവെക്കൽ കിട്ടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു അനുഭൂതി വലുതായിരുന്നു. കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അങ്ങ് സൂചിപ്പിച്ച മതേതര സ്വഭാവം എന്ന് പറഞ്ഞു, അതില്ലായിരുന്നെങ്കിൽ മലയാളി ശൂന്യമായി പോകുമായിരുന്നില്ലേ? നമ്മുടെ സാംസ്കാരിക ബോധം ഇല്ലാണ്ടായി പോകുമായിരുന്നില്ലേ? ആ കാര്യത്തിൽ ഈ മതേതര ഉത്സവം എന്തു പങ്കാണ് വഹിക്കുന്നത്? മതേതര ഉത്സവം, നമ്മളാണ് ഇതിനെ മതേതരമാക്കുന്നതും മതേതരമല്ലാതാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഓണത്തെ സംബന്ധിച്ചൊരു ഐതിഹ്യമുണ്ടല്ലോ, ഓണത്തിനൊരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യത്തിൽ മതം വരുന്നുണ്ട്. അതായത് നമ്മളൊക്കെ എല്ലാവരും, അതായത് മതം വിശ്വസിക്കാത്തവര്
നിരീശ്വരവാദികളായിട്ടുള്ളവരെന്ന് പറഞ്ഞാൽ പോലും അവരും പറയുന്നുണ്ട് മഹാബലിയെ, നല്ലവനായ മഹാബലിയെ, അത് എടുത്തു പറയേണ്ടതാണ്. നല്ലവനായ മഹാബലിയെ ദൈവം ഇടപെട്ട് ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് വിട്ടു. ഇവിടെയൊക്കെ ഒത്തിരി ഒരു ചേരാത്ത കാര്യങ്ങൾ വരുന്നില്ലേ? ഈ മഹാബലി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അതിനെ ഭൂമിയിൽ നിന്നും പാതാളത്തിലേക്ക് ചവിട്ടി താത്തി വിടാൻ പറ്റുമോ? പറ്റുമല്ല. ഭൂമി ഒരു നെയ്ഗോളമൊന്നും അല്ലല്ലോ വന്നത്. പിന്നെ അതിനൊക്കെ അങ്ങനെ ചവിട്ടി താത്തി വിട്ടു എന്ന് പറയുന്നിടത്ത് ഇവിടെ ദൈവം വരുന്നുണ്ട്, ഇല്ലാത്തവനും ഉള്ളവനൊന്നും വരുന്നുണ്ട്, ദൈവവും മനുഷ്യനും അസുരനും എല്ലാം വരുന്നുണ്ട്. അപ്പം ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മറ്റുള്ളവരെ, നല്ല വ്യക്തികളെ അല്ലായ്മ ചെയ്യാനുള്ളതാണ് എന്നൊരു സന്ദേശം ഇന്ന് പലയിടത്തും പലരും പറഞ്ഞു വെക്കുന്നുണ്ട്. അതുണ്ട്. അതെന്താന്ന് വെച്ചാൽ അത് അങ്ങേക്കറിയാലോ, ഇപ്പൊ ഏതൊരു ഉത്സവത്തിന്റെ പിന്നിലും ഏതൊരു ആഘോഷത്തിന്റെ പിന്നിലും ഇത്തരം മിത്തുകൾ ഉണ്ടാവും. മിത്തുകളെ ഒരു പക്ഷെ വേണമെങ്കിൽ മതവുമായി കൂട്ടിക്കുഴയ്ക്കണമെന്ന് നിർബന്ധം പോലുമില്ല. ചിലർ അത് മതവുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്നുണ്ടാവാം. ഈ കേരളത്തിലെ വളരെ സുഖകരമായൊരു മിത്താണ്. അതൊരു ദൈവം ഇടപെട്ട് നല്ലവനായ ചക്രവർത്തിയെ ചവിട്ടി താഴ്ത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം സ്വന്തം ഐശ്വര്യത്തിൽ അഹങ്കരിച്ചിരുന്നുവെന്നും അദ്ദേഹം പ്രജാക്ഷേമ തൽപരനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് അഹങ്കാരം ബാധിച്ചിരുന്നു ഒക്കെ ഒരു വേറെ ചില കഥകളും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജമ്യഹം പരിത്രാണായ സാധൂന വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇതാണല്ലോ ഓരോ അവതാരത്തിൻ്റെ കൃത്യമായ ലക്ഷ്യം പറഞ്ഞു വെച്ചിരിക്കുന്നത്. സാധുക്കളായ ജനങ്ങളെ പരിത്രാണം ചെയ്യുന്നതിനും രക്ഷിക്കുന്നതിനും വിനാശായ ദുഷ്കൃതം, ദുഷ്ടന്മാരായ ആളുകളെ ശിക്ഷിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനും വേണ്ടിയിട്ട് ഞാൻ സമയാസമയങ്ങളിൽ അവതരിക്കുന്ന. അങ്ങനെയാണെങ്കിൽ വാമനന്റെ കാര്യത്തിലുള്ള ഒരു വിയോജിപ്പാണ് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചത്. അതായത് ഒരു വിയോജിപ്പ് എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ ആ കാര്യത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ചില അസ്വാഭാവികത ഇല്ലേ, അത് മറ്റുള്ളവർ പറഞ്ഞു വെക്കുന്ന, അതായത് കണ്ണടച്ച് ഇതിന്റെ യഥാർത്ഥം എന്തെന്നറിയാതെ പറഞ്ഞു വയ്ക്കുന്ന ഒരു പൊള്ളത്തരം എന്നാണ് ഞാൻ അതിനെ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഓണം എന്താണ്? തിരുവോണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാളാണ്. തിരുവോണം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈ 27 നാളിൽ ഒരു നാളാണ്. അത്തം എന്താണ്? ഒരു നാളാണ്. ഈ അത്തം മുതൽ ഈ 27 നാളിൽ നാളായ തിരുവോണം എന്ന് പറയുന്നത് ഈ വാമന അവതാര ദിവസത്തെ സൂചിപ്പിക്കുന്നതാണ്. തിരുവോണം ആഘോഷത്തിന്റെ മുഖ്യമായ കാര്യം ഞാൻ പഠിച്ചിടത്തോളം, ഞാൻ അറിഞ്ഞിടത്തോളം വാമന അവതാരം, അതായത് വാമനന്റെ പിറന്നാളാണ് തിരുവോണ ദിവസം. ആ നാളിൽ ജനിച്ച ഒരാളാണ്. ആ ആളുടെ പിറന്നാൾ ആഘോഷവും അതിന് മുന്നോടിയായിട്ട് 10 ദിവസത്തെ ആഘോഷത്തിന്റെ തുടക്കം കുറിക്കുന്നതുമാണ് ഈ അത്തം എന്ന് പറയുന്നത്. നമ്മൾ അത്തമൊക്കെ എല്ലാവരും ഇടും. അതിന് ഇന്ന് അത്തം എന്ന വാക്കിന് പൂക്കളം എന്ന് മാത്രമാണ് അർത്ഥം. അപ്പൊ ആ പൂക്കളത്തിന് നടുക്കൊരു പ്രതിഷ്ഠ പോലെ ഒരു സംഭവം വയ്ക്കുന്നുണ്ട്. അന്ന് മനുഷ്യൻ വളരെ ആചാരത്തോടുകൂടി, നിഷ്ഠയോടുകൂടി, വ്രതത്തോടുകൂടിയൊക്കെ ചെയ്തിരുന്ന കാലത്ത് അവിടെ ഒരു പ്രതിമ ഉണ്ടാക്കി, മണ്ണിൽ കുഴച്ചൊരു പ്രതിമ ഉണ്ടാക്കി ഓണത്തപ്പനെയായിരുന്നു അവിടെ വയ്ക്കുന്നത്. ഇന്ന് അതിന് പകരം മേടിക്കാൻ കിട്ടും. അത് ഓണത്തപ്പനെയാണ് അത്തത്തിന് ഇടയിൽ വെക്കുന്നത്. ഓണത്തപ്പൻ എന്ന് പറയുന്നത് മഹാബലിയല്ല, അല്ല. അതുകൊണ്ട് വാമനാണ്. അപ്പൊ അത് അങ്ങനെ ചില വാദങ്ങളൊക്കെ അടുത്ത കാലത്ത് ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ ഇതിനെ സംബന്ധിക്കുന്ന വാദങ്ങൾ നമ്മൾ ഇവിടെ വലിയൊരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ വാദങ്ങൾ ഒരു സാംസ്കാരിക രംഗം ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ മതപരമായ രംഗം ചർച്ച ചെയ്യുകയോ ചെയ്യട്ടെ. വാമനന്റെ പ്രസക്തി ഇല്ലാതാവുകയും, മഹാവിഷ്ണു ആണല്ലോ വാമനായിട്ട് വന്നത്. അപ്പോൾ ഈ മഹാവിഷ്ണു വാമനായിട്ട് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് വാമനന്റെ പ്രസക്തി നഷ്ടപ്പെടുകയും വാമനൻ ഇവിടെ ഒരു വില്ലനാവുകയും മഹാബലി നായകനായി മാറുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം വാമനൻ ഒരു പ്രതിനായകനായി മാറുന്ന ഒരവസ്ഥ കേരളത്തിൽ വന്നിട്ടുണ്ട്, പലരും വന്നിട്ടുണ്ട്. പക്ഷെ അത് ഒരു ദൈവം ഇടപെട്ട് അങ്ങനെ സംഭവിച്ചു എന്ന അർത്ഥത്തിലല്ല. ഈ ഓണത്തിന്റെ അങ്ങയുടെ ഒരു ബാല്യകാലം ഒന്ന് ഓർത്തെടുക്കാവോ? വളരെ ചെറുപ്പത്തിൽ ഓണം എങ്ങനെയായിരുന്നു? ആ ഓർമ്മകളിലേക്കൊന്ന് കടന്നു പോകാം. തീർച്ചയായിട്ടും. കാര്യം ഓണം എന്ന് പറയുമ്പം ഇന്നത്തെ ആഘോഷങ്ങളോ, ഞാൻ ആദ്യം പറഞ്ഞ റാലിയോ അത്തപ്പൂവോ സെറ്റ് സാരി ഉടുത്തോണ്ടുള്ള യാത്രകളോ ഒന്നുമല്ല. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളെല്ലാവരും വീട്ടിൽ, എൻ്റെ ചെറുപ്പകാലത്തെ ഓണം എന്ന് പറയുമ്പോൾ ഞാൻ ഏതാണ്ട് ഒരാഴ്ച മുമ്പേ അല്ലെങ്കിൽ ഒരു 2 മാസം മുമ്പേ തന്നെ വീടും പരിസരവും വൃത്തിയാക്കി ശുദ്ധിയാക്കി. കാരണം വലിയ വാർക്ക വീടുകളോ സിമന്റ് തേച്ചതോ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ തറ ചാണകം മെഴുകിയ തറ അത് മെഴുകിയിടുക, ഭിത്തിയൊക്കെ തേച്ച് മിനുക്കുക. ഓലമേഞ്ഞ വീടായിരിക്കും, ഓട് ഓട് വീടായിരുന്നു. ഓട് വീടായിരുന്നു. അപ്പം എന്നാലും ഭിത്തിയൊക്കെ മൺഭിത്തിയായിരുന്നു. അതൊക്കെ തേച്ച് പിന്നെ വെള്ള പൂശി പിന്നെ പരിസരം എല്ലാം വൃത്തിയാക്കുക. ഇതൊക്കെ കുറച്ച് കുട്ടികളുടെ ജോലിയിൽപ്പെടുന്നതാണ്. അതൊക്കെ ആഘോഷപൂർവ്വമായിരുന്നു. ആ ജോലികൾ മൂലം ഒരാഴ്ച മുമ്പേ നമ്മൾ ചെയ്തു തുടങ്ങിയിരുന്നു. അത്തം മുതലേ പൂ പറിക്കാൻ പോകുമായിരുന്നു. അത്തം മുതൽ എല്ലാ വർഷവും ഞങ്ങളത് ചെയ്തിട്ടില്ല. ചില വർഷങ്ങളിൽ അത് ചുമ്മാ പൂ പറിച്ചു കൊണ്ടുവന്ന് അത്തക്കളം ഇടുകയല്ലായിരുന്നു. അതിൻ്റെ ഒരു നിഷ്ഠ പറയുന്ന പോലെ തന്നെ 1-ാം ദിവസം 1 കളം, 2-ാം ദിവസം 2 കളം, 3-ാം ദിവസം 3 കളം, അങ്ങനെ 10-ാം ദിവസം ആകുമ്പോഴാണ് 10 കളവും പൂർത്തിയാകുന്നതും തിരുവോണം വരുന്നു. അപ്പം അതിരാവിലെ ഒരു 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധവൃത്തിയോട് വ്രതം നോറ്റ്, അതായത് നമ്മൾ പറയുന്ന വ്രതാനുഷ്ഠാനങ്ങളെല്ലാം നടത്തി പൂ പറിച്ച്, ചിലപ്പോൾ തലേ ദിവസമേ പൂ പറിച്ച് കൊണ്ട് ഈ മഞ്ഞത്ത് വെച്ചിരിക്കും പോകാതെ. ആ പൂവ് കൊണ്ട് ഏതെങ്കിലും ഒരാളായിരിക്കും അതിന് നേതൃത്വം കൊടുക്കുന്നത്. അവര് അത്തവിടുന്നു. 10-ാം ദിവസം തുമ്പപ്പൂ കൊണ്ട് അടയുണ്ടാക്കും, തുമ്പപ്പൂ അട. ആ അടയുണ്ടാക്കി ഞാൻ മുമ്പേ പറഞ്ഞ ഓണത്തപ്പന് നേദിക്കുവാണ്. അത് വന്നിട്ട് പിന്നെ പൂവിളിയും ആഘോഷവും ഒക്കെ ആയിട്ട് അത്തപ്പൂക്കളത്തിൻ്റെ ഒരു ഇതങ്ങനെ. പിന്നെ അടുത്തത് ഓണം അടുത്ത് കഴിയുമ്പോഴുള്ളത്, അന്ന് ഈ പൂ പറിക്കാനൊക്കെ പോകുമ്പോ പൂവട്ടിയായിട്ടാണല്ലോ പോവുക. പൂവട്ടിയായിട്ട് ഈ പൂ പറിക്കാൻ പോകുമ്പോൾ ഇന്നത്തെക്കാളേറെ പൂക്കൾ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നു എന്നൊരു ഓർമ്മയുണ്ടോ? ഇഷ്ടം പോലെ. കാരണം പിന്നെ നമ്മളുടെ വീട്ടിൽ മാത്രമല്ല, അയൽപക്കത്തും ചെന്ന് പൂ പറിക്കാം. പറമ്പുകളിലൂടെയുണ്ട് നല്ല പൂ. വഴിയരികിൽ കൂടെ പൂക്കളുണ്ട്. കൂട്ടമായി നിങ്ങൾ അങ്ങ് പോവാണ്? ഞങ്ങള്, എൻ്റെ ഓർമ്മ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങളൊരു 3-4 പേര് സഹോദരങ്ങൾ കാണും. അവരെല്ലാരും കൂടി ഒരുമിച്ച് 2-3 പേരെങ്കിലും കാണും. പൂ പറിക്കാൻ തലേ ദിവസം വൈകുന്നേരം തന്നെ ഇറങ്ങും. എവിടെ നിന്നാണെങ്കിലും ഒരു 2 മണിക്കൂറോ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് നിറച്ച് പൂ കിട്ടും. ഈ സ്കൂളൊക്കെ അടക്കണ സമയമാകുമ്പോഴേക്കും ഈ ഓണത്തിന്റെ ഒരു വരവേൽപ്പ് മനസ്സിൽ വന്നങ്ങ് നിറഞ്ഞ് ഒരു വല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. വരാൻ പോകുന്നത് നമുക്ക് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഏറ്റവും നിറഞ്ഞ ആഘോഷം. വേറെ ക്രിസ്മസ് ഉണ്ടെങ്കിലും വിഷു ഉണ്ടെങ്കിലും വേറെ എന്തുണ്ടെങ്കിലും ഓണം എന്ന് പറയുന്നത് ഒരു ഓണം തന്നെയായിരുന്നു. കാരണം അതിനു വേണ്ടിയിട്ട് എത്രയോ നാള് മുമ്പേ സ്വപ്നം കാണും ഒരു പുത്തൻകോടി കിട്ടുന്നതിന്. അത് എത്ര ദിവസം മുമ്പ് എടുക്കും ഈ പുത്തൻകോടി? അതും എല്ലാവർക്കും ഒന്നും കിട്ടില്ല എന്നുള്ളത് ശരിയാണ്. എന്താണ്, അന്ന് പൈസ ഇല്ല. അതായത് കൂടുതൽ അന്ന് എല്ലാ വീടുകളിലും അംഗസംഖ്യ കൂടുതൽ കാണും. അതനുസരിച്ചുള്ള സാമ്പത്തിക സ്ഥിതി കാണില്ല. അപ്പം കുട്ടികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മുതിർന്നവർ ചിലപ്പം വേണ്ട എന്ന് വെച്ച് മാറി നിൽക്കും. എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ എല്ലാവർക്കും സൗകര്യം ഉണ്ടെങ്കിൽ അവർക്കും ഉണ്ടാകും. ഇതല്ല എങ്കിൽ കൂടുതലും കുട്ടികൾക്കായിരിക്കും ഓണക്കോടി എടുക്കുക. അങ്ങനെയാണ് ചെയ്യാറ് പതിവ്. ഓണക്കോടി കിട്ടിയ ഒരു അനുഭവമൊക്കെ ഓർമ്മിക്കാൻ കഴിയുന്നുണ്ടോ? ഓണക്കോടി കിട്ടിയ അനുഭവം ഓർമ്മിക്കാൻ കഴിയുന്നത് ഒരു കാര്യം, എനിക്ക് ഓണക്കോടി കിട്ടി. പക്ഷേ എൻ്റെ ഒരു അനുജത്തിക്ക് ആ തവണ ഓണക്കോടി കിട്ടിയില്ല. അപ്പം അവളുടെ വിഷമം എൻ്റെ എല്ലാ ഓണത്തെയും കളഞ്ഞു. അപ്പം ഞാൻ ഇത് നിനക്കുള്ളതാണ്, നിന്റെ ഓണക്കോടി. ഇങ്ങനെ അച്ഛൻ അങ്ങനെ ഒരു പക്ഷപാതം കാണിച്ചേ? പക്ഷപാതമല്ല, അവൾക്ക് ആവശ്യത്തിന് ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഈ സാറ് പറഞ്ഞ പോലെ സ്കൂള് തുറക്കുമ്പോൾ നമുക്ക് ഓണക്കോടി എന്ന് പറയുമ്പോൾ ഓണത്തിന്റെ അന്ന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല, അതൊരു ദീർഘവീക്ഷണത്തിലാണ് എടുക്കുന്നത്. ഓണത്തെ മാത്രം ഉദ്ദേശമല്ല, പിന്നീടും അത് ഉപയോഗിക്കണം. ഒരു ഹൈന്ദവ പശ്ചാത്തലമുള്ള വീടാണല്ലോ. ഭക്ഷണമൊക്കെ ഈ 10 ദിവസവും ക്ഷേമമായിരിക്കും. അതെയോ ഉത്രാടവും ഓണം നാളുമാണോ ഉണ്ടാവുക? ഉത്രാടം, പിന്നെ പിള്ളേരോണം എന്ന് പറഞ്ഞ് കർക്കിടകത്തിലെ ഒരു ഓണം ആഘോഷിക്കുമായിരുന്നു. അത് പിള്ളേർക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതൊരു ചെറിയ സദ്യയൊക്കെ ആയിട്ട് അത്. പിന്നെ ഉത്രാടത്തിൻ്റെ അന്ന് മുതൽ ഈ ഒരുക്കങ്ങൾ തുടങ്ങും. ആഹാരം ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങൾ തലേ രാത്രിയിൽ അമ്മയൊക്കെ ആയിരിക്കും അതിന് പ്രാധാന്യം. ഉപ്പേരി ഉണ്ടാക്കുക, അങ്ങനെ തലേന്ന് ചെയ്തു വെക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ ചെയ്തു വെക്കും. പിറ്റേ ദിവസമുള്ള പണി കുറയ്ക്കാൻ വേണ്ടി. പിന്നെ മറ്റൊരു വിശ്വാസം ഞങ്ങളൊക്കെ അനുവർത്തിച്ചു പോന്നിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണത്തപ്പൻ അല്ലെങ്കിൽ മാവേലിയാണല്ലോ, മാവേലി വരും പിറ്റേന്ന് നമ്മുടെ വീട്ടിൽ കൂടെ ഓണം ഉണ്ണാൻ. പറഞ്ഞ പ്രകാരം അങ്ങനെ വരുമ്പോൾ മാവേലിക്ക് അഹിതമായ
ചൂലെടുക്കാൻ പാടില്ല എന്നാണ് അമ്മയൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തലേ ദിവസം രാത്രി മുഴുവൻ വീട്ടിലെ പാത്രങ്ങൾ, പരിസരം എല്ലാം അടിച്ച് വൃത്തിയാക്കി കഴുകി കമത്തി പാത്രങ്ങളെല്ലാം വെച്ചിട്ട് പിറ്റേന്ന് ഒരു എച്ചിൽ പാത്രം പോലും കാണില്ല. പരിസരത്ത്, അതായത് ചൂലെടുക്കില്ല പിറ്റേന്ന് ഉച്ച കഴിയുന്നത് വരെ. കാരണം മാവേലി ഏത് നിമിഷവും വരാമെന്നും അപ്പോൾ ചൂലെടുത്ത് അടിച്ചു വരാൻ പാടില്ല എന്നും പറയുന്ന ഒരു വിശ്വാസം ഞങ്ങൾക്ക് ചൂലെടുക്കുന്നത് മാവേലി എങ്ങാനും കണ്ടുപോയാൽ അല്ലേ തീർച്ചയായിട്ടും മാവേലിക്ക് എതിരെയാകും. ഇന്നൊന്നും ഒരു ലോജിക്കുമില്ലാത്ത പല ലോജിക്കില്ലാത്തതാണെങ്കിൽ പോലും അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ചില സുഖമുള്ള ഏർപ്പാടുകളാണ്. നമ്മളിന്ന് ഓർമ്മിച്ചെടുക്കുമ്പോൾ അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതിനെല്ലാം നമുക്ക് യുക്തിയുമായി ബന്ധിപ്പിച്ച് ചിന്തിക്കാനും ആവില്ല. ഞാനിത് പറഞ്ഞു വരുന്നത്, ഈ മലയാളിക്ക് ഒരു കാലത്ത്, ഒരു നവോത്ഥാന കാലത്തിനൊക്കെ മുമ്പ് ഇതൊരു മതാധിഷ്ഠിത ആഘോഷം എന്ന നിലയിൽ വേണമെങ്കിൽ ഓണത്തെ കാണായിരുന്നു. നവോത്ഥാനത്തിനൊക്കെ ശേഷം കേരളം കുറേ കൂടി സാംസ്കാരികമായി വളരുകയും എല്ലാ മതങ്ങളുടെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് ഈ ഒരു ഓണം തികച്ചും മതനിരപേക്ഷമാവുകയും ചെയ്തു. ഈ ഒരു ആഘോഷം, ആ കാര്യത്തിൽ സന്തോഷം തോന്നില്ലേ? തീർച്ചയായിട്ടും. കാരണം ഇന്ന് നേരത്തെ ഓണം ആഘോഷിക്കുന്നതിന് ഈ സാർ പറഞ്ഞൊരു മതപരം, അന്നത്തെ കളികൾക്ക് അതൊന്നുമില്ല. എൻ്റെ ഓർമ്മയിലൊക്കെ ഈ പറഞ്ഞ വലിയ സദ്യയൊക്കെ ഉണ്ടാക്കുന്നത് ഹൈന്ദവ വീടുകളിലായിരുന്നു. അത്ത വിടുന്നതൊക്കെ കൂടുതലും അവരായിരുന്നു. പക്ഷെ ഉച്ച കഴിഞ്ഞൊരു കളിക്കാൻ പോക്കുണ്ട് കുട്ടികളെല്ലാം കൂടി. അതിനകത്ത് ജാതി മതമൊന്നും നോക്കില്ല, എല്ലാവർക്കും കിട്ടുന്ന അവസരത്തിൽ എല്ലാവരും പോകും. ഇന്ന് അത് ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലാത്ത രീതിയിൽ അതിനെ ഏറ്റെടുത്ത് എല്ലാവരും, ജനങ്ങളെല്ലാവരും, ഒരുപക്ഷെ കേരളീയ ഉത്സവം എന്ന് പറയെങ്കിലും ഈ മഹാബലി കേരളത്തിന്റെ ആളായിരുന്നോ എന്നൊക്കെ എവിടെയെങ്കിലും തെളിവുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് കേരളം എന്ന പേരിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നോ അത്രയും കാലം മുമ്പ്? ഇല്ലായിരുന്നു. എന്നാൽ പോലും നമ്മൾ കേരളീയർ മാത്രം, ഞാൻ ചിലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ കേരളത്തിന്റെ ഉത്സവമായത് എങ്ങനെയാണ്, അത് കേരളീയരുടെ മാത്രമായത് എങ്ങനെയാണ്? ഈ മഹാബലിയും ഈ സംഭവം നടന്നത് നമ്മുടെ കേരളത്തിലാണോ? അതിനുള്ള തെളിവുകളുണ്ടോ? ഉണ്ടായിരിക്കാം. പക്ഷെ അന്ന് കേരളം എന്ന പേരില്ല എന്തായാലും. അതെ, ആ പേരൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്, പിന്നീട് ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മൾ ഏതായാലും ഈ ഒരു പ്രദേശത്ത് എവിടെയോ വാണ രാജാവ് എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രസക്തി. അത് ഏതായാലും ഇതിന്റെ ഐതിഹ്യത്തെ സംബന്ധിച്ചുള്ള ഒരു കൽപ്പന, ഞാൻ പറഞ്ഞ ആ മിത്ത്, എല്ലാവരെയും ആ കാലത്ത് എല്ലാ ആളുകളും സമന്മാരായിരുന്നു. അവർക്ക് പട്ടിണിയില്ലായിരുന്നു, പൊളിവചനം എള്ളോളമില്ലാതിരുന്ന ഒരു കാലം, എല്ലാം കൊണ്ടും സുഖകരമായ ഒരു കാലത്തെയാണ് നമ്മൾ പറയുന്നത്. ആ കാലത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെ എന്തു തോന്നുന്നു? അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു കാലം നമ്മൾ സങ്കല്പിച്ചാൽ, പക്ഷെ ഇതൊക്കെ ഇന്ന് കഥയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നതായിരിക്കാം പൂർണ്ണമായും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മഹാബലി എന്ന് പറയുന്ന ഒരു അസുര ചക്രവർത്തിയായിരുന്നു, നന്നായിട്ട് ഭരിച്ച്, അതായത് ഭക്തൻ കൂടിയായിരുന്നു. ഞാൻ അറിഞ്ഞ കഥയിൽ അദ്ദേഹം ഒരു ഭക്തൻ കൂടിയായിരുന്നു. കാരണം അസുരന്മാരൊരിക്കലും ദേവന്മാരെ ഭക്തിയോടെ കൂടി കാണാറൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അത്രയ്ക്കും നന്നായിട്ട് ജനസേവകനായ ഒരു ഭരണാധികാരി, ഇതെല്ലാം തികഞ്ഞ ഒരാള്. പക്ഷെ ഞാൻ കരുതുന്നത് ആ കഥയിലെ മഹാബലിയുടെ മകനായ ബാണാസുരൻ അല്ലേ, ബാണാസുരനിലൂടെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കഥയായിട്ട് പറയുമ്പോൾ, നമ്മൾ ആ മിത്ത് പറയുമ്പോൾ, ബാണാസുരൻ ഈ പിതാവിന്റെ ഈ നല്ല സ്വഭാവം അല്ലെങ്കിൽ ഈ ഭക്തി, അതും വിഷ്ണു ഭക്തിയോടും താല്പര്യമില്ല, ജനങ്ങൾക്ക് ഇത്രയേറെ സേവനവും നന്മയും ചെയ്യുന്നതിനോടും താല്പര്യമില്ല, ആരെന്തു പറഞ്ഞാലും അവരോട് ക്ഷമിച്ചു വിടുന്നതിൽ താല്പര്യമില്ല. ഇങ്ങനെയൊക്കെ വന്ന് അവരുടെ അന്തഃപുരത്തിൽ തന്നെ അന്തഃഛിദ്രങ്ങളുണ്ടായി. അങ്ങനെയാണ് ഈ ഒരു കഥയ്ക്ക് തുടക്കം ഇടുന്നതെന്നാണ്. അത് എന്ത് സംഭവിച്ചാലും കഥ എന്തോ ആവട്ടെ, കഥയുടെ ഒരു പശ്ചാത്തലം, അതിൻ്റെ പരിസരമൊക്കെ എന്തോ ആവട്ടെ, അതിനപ്പുറത്ത് ലോകത്തെങ്ങുമില്ലാത്ത ഒരു വലിയ സങ്കല്പം, ആളുകളെല്ലാം സമന്മാരായി ജീവിച്ചു. അതുപോലെ തന്നെ ആ കാലഘട്ടം എന്ന് പറയുന്നത് സുഖസുരഭിലമായ കാലഘട്ടമായിരുന്നു, സുന്ദരമായ കാലഘട്ടമായിരുന്നു എന്നൊക്കെ പറയുന്നു. അതിനെ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി മലയാളി വർഷത്തിലൊരിക്കൽ ഓണം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ ഓണം അവൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമായി മാറുന്നത് എങ്ങനെയാണ്? ഇത് മറ്റു രീതിയിലൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു മതപരമായ ചടങ്ങുകൾ, അനുഷ്ഠാനങ്ങൾ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് മലയാളിയുടെ മനസ്സിൽ കയറിക്കൂടിയ ഒരു ആവേശമായി അത് മാറിയിട്ടുണ്ട്. അത് ഇന്നത്തെ പുതിയ കാലത്ത് ഒരു AI യുഗത്തിൽ തീർച്ചയായിട്ടും അവൻ ബന്ധപ്പെടുന്ന മുഴുവൻ മേഖലയിലും ഇതിനെ നമുക്ക് കാണാൻ കഴിയും. അതായത് പരസ്യത്തിൽ, വാങ്ങുന്ന സാധനത്തിൽ, വിൽക്കുന്ന സാധനത്തിൽ,
ഓണത്തിൽ എന്ന് വേണ്ട, അവൻ്റെ ജീവിതത്തിൽ അവൻ വ്യാപരിക്കുന്ന സർവ്വ മേഖലകളിൽ ഓണം കയറിക്കൂടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അതിനെയൊക്കെ കുറച്ച് കച്ചവടവൽക്കരിക്കുകയാണോ ഓണത്തെ എന്നെനിക്ക് തോന്നാറുണ്ട്. അത് പ്രത്യേകിച്ചും മഹാബലി എന്ന ആ ഒരു നമ്മളെല്ലാം വാഴ്ത്തി പാടുന്ന ഒരു ആ ബിംബത്തെ അതിനെ കോമാളിയാക്കുകയാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വരും തലമുറ മഹാബലിയെ കാണുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന വലിയ സാരങ്ങളൊന്നും വെച്ചുകൊണ്ടൊന്നായിരിക്കില്ല, ഒരു കോമാളി വേഷം. കാരണം അവരതാണ് കാണുന്നത്. മഹാബലി എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ പ്രോഗ്രാമിന് ഒരു മഹാബലിയുടെ വേഷം കിട്ടുന്നതായിക്കോട്ടെ, ഒരു പോസ്റ്റർ എവിടെയെങ്കിലും കാണട്ടെ, ഇതൊക്കെ മഹാബലിയെ വെച്ച് വില പേശുന്നു, അല്ലെങ്കിൽ ഏതൊരു കലാകാരൻ ഒരിക്കലും മഹാബലിയെ ഈ രീതിയിലേക്ക് വരച്ചു വെച്ച് കാണും. പിന്നീട് മലയാളി അത് ഏറ്റെടുത്തിട്ടുണ്ടാവും. വയറുള്ള അല്ലെ, കുംഭയൊക്കെ ഉള്ള, അധികം പൊക്കമില്ലാത്ത, എന്നാൽ സർവ ആഭരണ വിഭൂഷിതനായ ഒരു ആളെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എന്നാൽ പോലും അതിനകത്തൊക്കെ ഒരു ആക്ഷേപങ്ങൾ കുറേ നാളായിട്ട് അതൊക്കെ നിലനിൽക്കുന്നുണ്ട്, കാര്യത്തിലൊന്നും സംശയമില്ല. അതിനൊക്കെ അപ്പുറത്ത് ഈ കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ കാര്യത്തിൽ കുറേ ശരിയുണ്ട്. ഓണം ഒരു ആഘോഷമാണ്, അവിടെ വലിയൊരു വിപണന മേളയാണ് ഇത് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോടികളുടെ കച്ചവടം നടക്കും, അക്കാര്യത്തിലൊന്നും സംശയമില്ല. ആളുകൾ ആഘോഷിക്കുകയാണല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള പുതിയ പുതിയ ബിസിനസ് രംഗത്ത് പുതിയ പുതിയ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങളെ നമ്മൾ ഓണത്തിൻ്റെ പേരിൽ എന്താണ് വേണ്ടത്? ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നുവോ അതേ തള്ളുന്നുവോ? അല്ല, തള്ളേണ്ട കാര്യമില്ല. നമ്മൾ ജീവിക്കുന്നത് ഈ കാലത്താണല്ലോ. അപ്പം നമ്മൾക്ക് നാടോടുമ്പം നടുവേ എന്ന് പറയുന്നതിനെ അത് അംഗീകരിച്ചു പോകാനേ പറ്റുള്ളൂ. മഹാബലിയെ ഇങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്നത് കൊണ്ട് ഞാനിനി ഒന്നിനുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ജീവിക്കുന്ന അവിടെയാണ്. അവര് മഹാബലിയെ ബിംബമാക്കിക്കൊണ്ട് അവരുടെ കച്ചവടത്തെ പുഷ്ടിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മളല്ലേ ചെന്ന് ഇതിനെ കൂടുതലാക്കി കൊടുക്കുന്നത്. അല്ല, അത് മലയാളി മാത്രമല്ല, ലോകത്തെ ആളുകൾ ആഘോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താറില്ല. ഈ പുതിയൊരു കാലത്തിൻ്റെ ഒരു ട്രെൻഡാണത്. അവർക്കൊരു ചെറിയ അവസരം കിട്ടിയാൽ പോലും അവർ ശക്തമായി ആഘോഷിക്കും. കാരണം ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണെന്നും അത് അനിശ്ചിതത്വമുള്ളതാണ് എന്നും പണ്ടത്തേക്കാൾ ഉപരി ആളുകൾ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ കാലമായതുകൊണ്ട് അവർ സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഒരു പന്തുകളി പോലും ലോകം മുഴുവൻ ഇതുപോലെ ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ഒരു ദേശീയോത്സവമായ ഓണം അത് അടിമുതൽ മുട്ടി വരെ ആഘോഷിക്കട്ടെ, അതിൽ തെറ്റുണ്ടോ? തീർച്ചയായിട്ടും തെറ്റില്ല. പക്ഷെ ഒരു സാമ്പത്തിക മുന്നേറ്റം കൂടി ഇതിലൊരു കാരണമാണ് സാറേ. പഴയ കാലത്തിലെ ആ ഇല്ലവല്ലായികൾ ഇന്ന് തുലവും കുറവാണ്. ചിലരിലൊക്കെ ഉണ്ടാവാമെങ്കിലും കൂടുതലും സാമ്പത്തിക സുരക്ഷയുള്ളവരാണ് ഇന്ന് പലരും. അതായത് നമുക്ക് കൈനിറയെ പണമുണ്ട്, ഒരു ബിസിനസ് സംബന്ധമായ ഒരു കാര്യത്തിന് പോയ ഒരു കടയിലോട്ട് കയറി ചെന്നാൽ ഓണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാനായിക്കോട്ടെ, സ്വർണത്തിനൊക്കെ ഇത്ര വിലയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും സ്വർണ്ണക്കടയിലൊക്കെയുള്ള തിരക്ക്, അവർ ഓണം വെച്ച് ചെയ്യുന്ന കച്ചവടം, ഇതൊക്കെ ഇത്രമാത്രം പുഷ്ടിപ്പെടാൻ കാരണം മനുഷ്യൻ സാമ്പത്തികമായി ഒത്തിരി പിന്നോട്ടല്ല ഇപ്പം. അതും ഒരു കാരണമാണ്. അല്ല, ഒത്തിരി കുട്ടികൾ വിദേശത്തുണ്ട്, വിദേശത്തെ പണം ഇവിടെ നമ്മുടെ സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ നാട്ടിലെ ഹൈ റേഞ്ചിലാണെങ്കിൽ ഇപ്പോൾ ഏലത്തിന് വളരെ വലിയ വിലയാണ്, നല്ല വില കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഏലത്തിൻ്റെ ഒരു സുഗന്ധം കർഷകരിലാകെ പരന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓണം ഈ തവണ അടിപൊളിയാവും എന്നാണ് കണക്കൂട്ടുന്നത് അല്ലേ? തീർച്ചയായും ഓണം എല്ലാ പ്രാവശ്യവും നമുക്ക് ഒരു ഒറ്റ വിഷമവും എന്നുള്ളൂ. കാരണം നമ്മളാരും നനച്ചിരിക്കാത്ത പ്രകൃതി ചില അടി തരാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ചില ദുഃഖകരമായ വാർത്തകൾ ചിലർക്ക് അവരെയൊക്കെ ഓണം ബാധിക്കാറുള്ളൂ. അത് അല്ലാത്ത രീതിക്ക് ആഘോഷം ഓരോ വർഷവും കൂടി വരും. നാളെ ഇത് വേറൊരു രീതിയിലോട്ട് മാറും. ഓണാഘോഷം ഇന്നത്തതായിരിക്കില്ല, നാളെ വേറൊരു ടൈപ്പിലായിരിക്കും ഓണാഘോഷം. എന്തായാലും ഓണം എന്ന ഒരു വികാരം മങ്ങിപ്പോകില്ല, ഒരിക്കലും മങ്ങിപ്പോകില്ല. ഒരു രംഗത്ത് ജീവനക്കാരെ പോലുള്ള, സർക്കാർ ജീവനക്കാരെ പോലുള്ള ആളുകളുടെ കയ്യിലേക്ക് കൈ നിറയെ പൈസ വരുന്നുണ്ട്, ബോണസായിട്ട്, അലവൻസായിട്ട്, ശമ്പളമായിട്ടൊക്കെ. അതൊക്കെ വിപണിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു ചലനം വിപണിയിൽ സംഭവിക്കും. മറ്റൊന്ന് ഞാൻ സൂചിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്ക്, പക്ഷേ ജാതി, അതുപോലെ തന്നെ ഈ ഏലക്ക, ഇതിനൊക്കെ ഇപ്പോൾ കുരുമുളക്, ഇതിന് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം
സംബന്ധിച്ചിടത്തോളം ഇതിന് നല്ല വിലയുണ്ട്. അതുകൊണ്ട് കർഷകരെ സംബന്ധിച്ച് വലിയൊരു ദുഃഖം ഇത്തവണ നമുക്കില്ല. പിന്നെ പ്രകൃതിയുടെ ദുരന്തം ചെറിയ തോതിലൊക്കെ സംഭവിച്ചതാണ് ഈ വർഷം, പക്ഷെ അത് ഇപ്പോൾ അല്പം ഒതുങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ഓണക്കാലം വലിയൊരു വറുതിയുടെ അല്ലാതെ നമുക്ക് ഒരു കാലത്ത് വലിയ വറുതി ഉണ്ടായിരുന്ന കാലത്താണ് ഓണത്തെ സംബന്ധിച്ച് വലിയ സങ്കല്പം, ഒരു പ്രതീക്ഷ നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ ഇപ്പോഴും ഈ ഒരു ഉള്ള കാലത്ത്, എല്ലാവരുടെയും കയ്യിൽ പണമുള്ള കാലത്ത്, എല്ലാവരുടെ കയ്യിൽ നിന്നൊന്നും പറയാൻ പാടില്ല, ഒരു പാവങ്ങൾ ഇപ്പോഴും ഉണ്ട്, പണമില്ലാത്ത ആളുകൾ ധാരാളം ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഞാൻ തിരിച്ചു വരട്ടെ. ഒരു 3-4 കവിതാ സമാഹാരങ്ങൾ, അറിയപ്പെടുന്ന ഒരു ഏനം എന്ന് പറയുന്ന ഒരു നോവൽ, പിന്നെ കുറച്ച് ചെറുകഥകൾ, ഇതൊക്കെ എഴുതിയിട്ടുള്ള ആളാണല്ലോ അങ്ങ്. ഈ എഴുത്തിൽ എങ്ങനെയാണ് ഓണം സ്വാധീനിച്ചത്? അത് എഴുത്തിനെ ഓണം അധികം സ്വാധീനിച്ചിട്ടില്ല എന്നാണ്. കാരണം ഓണം പശ്ചാത്തലമായോ വിഷയമായോ ഉള്ള എഴുത്ത് എനിക്ക് വളരെ കുറവാണ്. ഒരു കവിത ഓണം വിഷയമായിട്ടൊരു കവിതയുണ്ട്. അത് ആ കവിതയിൽ തന്നെ ഒരു ചിന്തയിൽ ഓണം ആഘോഷിക്കാൻ പറ്റാതെ വരുന്ന കുറേ ആളുകളുണ്ട് ഇതിൻ്റെ ഇടയിൽ. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ആഘോഷമാക്കാൻ പറ്റാത്ത, അത് ഒരു ഓണ ദിവസം കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരമ്മ, അതായത് ഓണത്തിൻ്റെ ഒരു ഊഞ്ഞാലാട്ടത്തിൽ ഒരു കുഞ്ഞ് മരണപ്പെട്ട അമ്മയുടെ വരുന്നാളിലെ ഓണങ്ങളുടെ അനുഭവം, ഓർമ്മയാണ് ആ ഒരു കവിത. അത് മാത്രമാണ് ഒരു പക്ഷേ ഓണം വിഷയമാക്കിയിട്ടൊരു കവിത എഴുതിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. എഴുത്തുകാരി എന്ന നിലയിൽ അപ്പോഴും ഒരു സങ്കടത്തിന്റെ പിന്നാലെ അല്ലേ? പോയട്രി ഈ സിസ്റ്റർ ഓഫ് സോറോ എന്ന് ഷെല്ലി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ സങ്കടങ്ങളുടെ സഹോദരിയാണ് കവിത എന്ന്. അപ്പോൾ ഇവിടെ ഓണം വളരെ സന്തോഷിക്കാനുള്ള ഒരു അവസരമായിരുന്നെങ്കിലും അവിടെയും ഒരു കവിത എഴുതിയപ്പോൾ ഒരു സങ്കടപ്പെയ്ത്താണ് കവിതയായിട്ട് വന്നത്. അത് കവികളുടെ അല്ലെങ്കിൽ എഴുത്തുകാരുടെ ഒരു സ്വഭാവമാണ്. ഞാൻ ചോദിക്കാൻ വന്നത്, ഈ എവിടെയും ഒരു അതീശ ശക്തി, അത്രമേൽ ശക്തി ഇല്ലാത്ത ആളുകളെ ചവിട്ടി പുറത്താക്കും അല്ലെങ്കിൽ ചവിട്ടി താഴ്ത്തും. ഇത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമുക്ക് കാണാം. മനുഷ്യനുണ്ടായ കാലം തൊട്ട് ഒരു അതീശ ശക്തി ഉണ്ടാവും. അവിടെ കയ്യൂക്കുള്ളവനുണ്ടാവും. ഈ കയ്യൂക്കില്ലാത്തവനെ ഇല്ലാതാക്കുന്ന ഒരു പരിപാടി. അതിനപ്പുറം ഒരു വലിയ ചിന്ത, ആ ഒരു ആശയം ഇതിന്മേലുണ്ട്. ഇത് സമത്വ സുന്ദരമായ ഒരു ലോകത്ത് ജീവിച്ച ഒരാൾ, അല്ലെങ്കിൽ ആ ജീവിക്കാൻ അവസരം ഉണ്ടാക്കിയ ഒരാളെ എന്തുകൊണ്ടാണ് ഒരു അതീശ ശക്തി ഇല്ലാതാക്കുന്നത്? അത് ഈ ഓണത്തിൽ മാത്രമല്ല, സമൂഹത്തിൽ മൊത്തത്തിൽ കാണാൻ കഴിയുന്ന ഒന്നല്ലേ? അങ്ങനെ സമൂഹത്തിൽ മൊത്തം കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഓണത്തിന്റെ ഒരു മിത്തിനെ കുറിച്ച് പറയുമ്പം എനിക്ക് അതായത് അത് പൂർണ്ണമായിട്ട് മനസ്സിലാകുമ്പോൾ ഒരു അതീശ ശക്തി അല്ലെങ്കിൽ കഴിവില്ലാത്തവനെ താഴ്ത്തി കളഞ്ഞു എന്നുള്ള രീതിയിൽ എനിക്കിതിനെ കാണാൻ പറ്റുന്നില്ല. കാരണം അത് നമ്മൾ പാടി പഴകിപ്പോയ അല്ലെങ്കിൽ പറഞ്ഞു പോയ അസത്യമായ ഒരു കാര്യമെന്ന് ഞാൻ അതിനെ കണക്കാക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ച എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ, എപ്പോൾ അധർമ്മം തലപൊക്കുന്നുവോ, അപ്പോഴൊക്കെ ധർമ്മത്തെ സംരക്ഷിക്കാനും അധർമ്മത്തെ ഇല്ലാതാക്കാനും വേണ്ടി ഞാൻ സമയാസമയങ്ങളിൽ അവതരിക്കും എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ മത്സ്യക്കൂർമ്മ വരാഹച്ച നരസിംഹച്ച വാമന രാമോ രാമച്ച കൃഷ്ണ കൽക്കി ജനാർദ്ദന, ഇതിൽ ഈ ആദ്യ അവതാരമായ മത്സ്യം തൊട്ട് കൃഷ്ണ അവതാരം വരെ, 10ാമത്തെ അവതാരം കൽക്കിയാണ് 10ാമത്തെ അവതാരം, 9ാമത്തെ അവതാരം വരെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണൻ്റെ അവതാരം വരെ കഴിഞ്ഞിരിക്കുന്നു. ഇതെടുത്ത് പരിശോധിക്കുമ്പോൾ ബാക്കി 9 അവതാരങ്ങളിലും ഈ അധർമ്മത്തിനെതിരെ ശക്തമായി അവതരിക്കുകയാണ് ചെയ്തത്. ഇതിനകത്താണ് ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നത്. അതിനകത്താണ് അങ്ങ് വീണ്ടും തുടക്കം മുതൽ പറയുന്നത്. ആ കൺഫ്യൂഷനെ എങ്ങനെയാണ് നമ്മൾ ഒന്ന് കൃത്യമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കുക? ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ ആ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് കാര്യം യഥാർത്ഥത്തിൽ ഒരു കഥയുണ്ട്. എന്തിനും ഒരു മിത്തിലും ഒരു കഥയുണ്ട്. അത് സത്യമായാലും എന്തായാലും. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ പോലെ വിഷ്ണു ഭക്തനായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ അന്തഃപുരത്തിൽ അവിടെ തന്നെ ഒരു വിഷ്ണു പൂജാ ഇടമുണ്ടായിരുന്നു. അപ്പം മകനുമായിട്ടുണ്ടായിരുന്ന ഏറ്റുമുട്ടൽ മകൻ ഇദ്ദേഹത്തെ മഹാബലിയെ കൊല്ലാൻ തുടങ്ങുകയും മകന്റെ വാളിനും ഇരയാകാതിരിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണനെ വിഷ്ണുവിൻ പദത്തിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ ഈശ്വര വിശ്വാസികളുടെ കാര്യം പറഞ്ഞാൽ, ഈശ്വര വിശ്വാസികൾ നമ്മൾ ദൈവത്തിന്റെ പാദത്തിലേക്ക് നമ്മളുടെ തല കുമ്പിടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ സംഭവിച്ചത് ഇതെല്ലാം മനസ്സിലാക്കിയ ഈ പ്രാർത്ഥന കേട്ട മഹാവിഷ്ണു വാമന രൂപം അവതരിപ്പിച്ച് ഇവിടെ ഒരു
ഇലയ്ക്കും മുള്ളിനും കേടില്ലാതൊരു സൊല്യൂഷൻ ഉണ്ടാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ വന്ന് പിന്നെ ഒരു പാദം അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പാദം വെച്ചത് ഭൂമിയിലാണ് ഒന്നാം പാദം വെക്കുന്നത്. ഭൂമി പാതാളത്തിലേക്ക് പോയില്ല. രണ്ടാം പാദം സ്വർഗലോകത്ത് കൊടുത്തു എന്ന് പറഞ്ഞു, അതും പോയില്ല. മൂന്നാമത്തെ പാദം നമുക്ക് ആ ഒരു ചിത്രം കാണുമ്പോൾ അറിയാം അന്നത്തെ അതൊരു ചവിട്ടിത്താഴ്ത്തലിന്റെ ചിത്രമല്ല, പകരം കൈകൂപ്പി വിനയാന്വിതനായി ഭയഭക്തിയോടുകൂടി വിഷ്ണുവിന്റെ കാലടിയിൽ ഇരിക്കുന്ന ഒരു മഹാബലിയെയാണ് നമ്മൾ കാണുന്നത്. അത് ഒരു പാദസ്പർശം കൊണ്ട് മറ്റൊരു ഈ പാതാളം എന്ന് പറയുന്നത് നരകമൊന്നുമല്ല. പാതാളം എന്ന് ഒത്തിരി 10-14 ലോകങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിലൊരു ലോകത്തേക്ക് നിഷ്കാസനം ചെയ്യപ്പെടുക എന്ന് നമ്മൾ ഇന്നും ഉണ്ടല്ലോ നാടുകടത്തൽ എന്ന് പറയുന്ന പരിപാടികളൊക്കെ. അപ്പം അങ്ങനെ അവിടെ നിന്നും ഒരു രക്ഷപ്പെടുത്തലാണ് മഹാബലിയെ പാതാളം എന്ന് പറയുന്ന മറ്റൊരു നാടിന്റെ അധിപനായി വഴിക്കുക ചെയ്തത്. അപ്പൊ ഒരു വർഷത്തിലൊരിക്കൽ അദ്ദേഹത്തിന് തന്റെ പ്രജകളെ കാണാനുള്ള അവസരം കൊടുത്തു. അത് ഇന്നേ ദിവസം എന്നാണോ അത് സംഭവിച്ചത്, അന്നേ ദിവസം മരിച്ചുപോയ ഒരാൾക്ക് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി മരിച്ചുപോയ ഒരാൾക്ക് ഒരിക്കലും പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. വേറൊരു പാതാളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ ഓർഫീസിന്റെ കഥയിലാണ് അതുള്ളത്. ഓർഫീസിന്റെ കഥയിലാണ് ലിസ്ലാസിനെ തപ്പി പാതാളത്തിൽ ചെന്ന് പിന്നെ തിരിച്ചു പോരുന്നത് ഉള്ളത്. ഇത് ഇങ്ങനെ ഇല്ല, തിരിച്ചു വരാൻ കഴിയില്ലെന്നാണല്ലോ പറയുന്നത്. ഇത് അവിടെ നിന്ന് തിരിച്ചു വരുന്നു. കാരണം വേറൊരു ലോകത്തു നിന്നും ഇവിടെ ഭൂലോകത്തേക്ക് അന്നേ ദിവസം തിരിച്ചു വന്ന് പ്രജകളെ കാണുവാനും പ്രജകൾ അത്യന്തം സന്തോഷത്തോടെ കാരണം അന്നത്തെ പ്രജകൾ ഇന്നത്തെ നമ്മളെയല്ല, അന്നത്തെ പ്രജകൾ അത്രയേറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു മഹാബലി. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനെ നിസ്സാര ആഘോഷമല്ലായിരുന്നു. ആ ആഘോഷം മാത്രം നമ്മൾ ഇന്നും കൊണ്ടാടുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്. അപ്പം അതിനകത്തൊരു ചതിയുടെയോ മഹാബലി 2 അടി കൊണ്ട് ഈ 2 ഇടവും തീർത്തു എന്നറിഞ്ഞപ്പോൾ മഹാബലിക്ക് തന്നെ മനസ്സിലായി എന്നാണ് പറയുന്നത്. വന്നിരിക്കുന്നത് വിഷ്ണുവാണെന്നും വെറുതെ ഒരു ബ്രാഹ്മണനല്ലെന്നും മനസ്സിലായത് കൊണ്ടാണ് ആ തലകുനിച്ച് അവിടെ കൊടുത്തത്. ഇങ്ങനെ ഒരു കഥയുമുണ്ട്. അത്തരം ഐതിഹ്യങ്ങളൊക്കെ ആവുമ്പോഴും ഇത്തരം ഐതിഹ്യങ്ങളുടെ ആഴങ്ങളിലേക്കൊന്നും മനുഷ്യൻ പലപ്പോഴും ആഘോഷങ്ങൾക്കിടയിൽ പോകാൻ സമയം കിട്ടില്ല. അപൂർവം ചില ആളുകളാണ് ഇതൊക്കെ തപ്പി നടക്കുന്നതും. അപ്പൊ ഈ ആഘോഷങ്ങൾക്കിടയിൽ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനിടയിലാണ് പലപ്പോഴും ഈ എഴുത്തുകാര് പലപ്പോഴും പ്രത്യേകിച്ച് പി കുഞ്ഞിരാമൻ നായർ, വയലോപ്പിള്ളി ഇങ്ങനെയുള്ള കവികൾ ഓണത്തെ അതിശക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്, തങ്ങളുടെ എഴുത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് കുഞ്ഞിരാമൻ നായരെ പോലെ ഒരാൾ ഒരുപക്ഷെ ഓണത്തെ ഇത്രയേറെ, വയലോപ്പിള്ളി ഉണ്ട്, കുറവാണെന്ന് ഞാൻ പറയുന്നില്ല, മറ്റു കവികൾക്ക് അത്രയേറെ ഇല്ല. ഇക്കൊല്ലം ഓണത്തിനുണ്ടെൻ്റെ വീട്ടിൽ ഒരു ഉൾക്കുളിരേകും വിരുന്നുകാരൻ എന്നൊക്കെ ചങ്ങമ്പുഴ അദ്ദേഹത്തിന് ആദ്യ കുട്ടി ഉണ്ടായപ്പോൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്തൊരു മാറ്റം കരുമിക്കർക്കിട സംക്രമയാമിനിയാൾ ചമ്പകമലരിൻ വർണ്ണം തിരളും മോഹിനി കന്യകയായി എന്നാണ് ഈ കർക്കിട മാസം പിന്നിട്ടിട്ട് ചിങ്ങമാസം വന്നപ്പോൾ കുഞ്ഞിരാമൻ നായർ പറയുന്നത്. അപ്പോൾ കണ്ണീർക്കടലിൽ നിന്നൊരു പുഞ്ചിരി കരയണയും പോലെ വന്നിത് കുന്നിൻ ചെരുവിൽ ചിങ്ങ പുലരിപ്പൂൺപേനി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഇത്ര മനോഹരമായി ഈ ചിങ്ങമാസത്തെയും പൊന്നോണത്തെയൊക്കെ കൊണ്ടാടിയ കവികൾ, അത് ഈ എഴുത്തുകാർ എങ്ങനെയാണ് ഈ ഒരു കാലത്ത് ഈ ഓണത്തെ വരവേറ്റത് അങ്ങയുടെ ഓർമ്മയിൽ? എൻ്റെ ഓർമ്മയിൽ എഴുത്തുകാർ, അതായത് ഓണത്തെക്കുറിച്ച് ഒത്തിരി പാട്ടുകൾ ഇപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്ന പാട്ടുകൾ, ഓണപ്പാട്ടുകൾ, എന്ത് ഗാനമായിക്കോട്ടെ, ഓണക്കവിതകൾ, ഓണ ചലച്ചിത്ര ഗാനങ്ങൾ, ഇതെല്ലാം ഇന്നും നമ്മൾ പാടുന്നത് ഈ കവികൾ എഴുതിയതൊക്കെ തന്നെയാണ്. എഴുത്തുകാരെഴുതിയതാണല്ലോ ഇന്നും നമ്മൾ പാടിക്കൊണ്ട് നടക്കുന്നത്. അപ്പം അവരുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ എഴുത്തിൻ്റെ സ്വാധീനം ഈ ഇടത്തിലില്ലായിരുന്നുവെങ്കിൽ നമ്മൾക്ക് ഇത്ര നന്നായിട്ട് ഓണം ഇന്ന് ആഘോഷിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ തീർച്ചയായിട്ടും പറ്റില്ല. നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങൾ പോലും അങ്ങനെയാണല്ലേ. അതെ, ഈ പാട്ടുകളൊക്കെ അല്ലേ തന്നെ. പിന്നെ നമ്മൾ ഇന്നൊരു അത്തപ്പൂക്കളം ഇട്ടിട്ടൊരു പൂവിളി നടത്തുന്നത് നമ്മൾ ഈ എഴുത്തുകാർ നടത്തുന്ന ഒരു ആഘോഷത്തിൽ ഒരു പക്ഷെ അവർ തന്നെ എഴുതിയൊക്കെ അത് ചെയ്യുമായിരിക്കും. അല്ലാത്തവരെല്ലാം ഈ പഴയ കാല പാട്ടുകളെ ആശ്രയിച്ചാണ് ഓണം കൊഴിപ്പിക്കുന്നത്. എൻ്റെ ഇപ്പം സാറ് മുമ്പേ പറഞ്ഞ പോലെ ഏനത്തിനകത്ത് ഒരു ഭാഗത്തിൽ നോവലിനകത്ത് ഓണത്തിൻ്റെ ചെറിയൊരു കാര്യം പറഞ്ഞു പോകുന്നില്ല. അത് ഉറുമ്പൂട്ടൽ എന്ന് പറയുന്ന ഒരു സംഭവം സാറ് കേട്ടിട്ടുണ്ടാവുമോ എന്നറിയത്തില്ല. ചിലർ മാത്രം പഴയ കാലത്ത് ഓണത്തിന് ചെയ്തിരുന്ന നല്ലൊരു സങ്കല്പം, ഓണത്തിൻ്റെ അന്നേ ദിവസം ഒരു ഈച്ച ഉറുമ്പ് പോലും പട്ടിണിയാവരുത് എന്ന് കരുതി നമ്മുടെ പൂർവികർ ഓണത്തോട് കൂടി ആചരിച്ചിരുന്നതാണ്. അന്നേ ദിവസം ഓണത്തിൻ്റെ അന്ന് വൈകുന്നേരം ഉറുമ്പിനും ഈച്ചയ്ക്കും പോലും
ആഹാരം കൊടുക്കുക എന്ന്. അത് നല്ല എൻ്റെ ഓർമ്മയിലെ ഓണത്തിൽ പ്രധാനമായിട്ടും പറയേണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അത്. അങ്ങനെ ഉറുമ്പൂട്ടൽ എന്ന് പറയുന്ന ഒരു കാര്യം നടന്നു പോകുമായിരുന്നു. പിന്നെ ഒരു ഇലയ്ക്കകത്ത് അരി വറുത്തത്, തേങ്ങയും ശർക്കരയും ഒക്കെ ചേർത്ത് എല്ലാ മൂലയിലും, പെരയുടെ എല്ലാ മൂലയിലും എല്ലായിടത്തും വെച്ച് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും പലതും മുറിവ് തിന്നിട്ടുണ്ടായിരിക്കും. ബാക്കി വരുന്നത് പറമ്പിലേക്ക് എറിഞ്ഞു കളയുന്നു കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട്. അത്രയും ഒരു നല്ല സങ്കല്പം. അപ്പം ആ ഉറുമ്പൂട്ടൽ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ച് ഞാൻ ആ നോവലിൽ അങ്ങനെ ചേർക്കേണ്ട സാഹചര്യത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രം. അല്ലാതെ ഉറുമ്പൂട്ടൽ നല്ലൊരു സങ്കല്പമാണ്, മനോഹരമായ സങ്കല്പമാണ്. കാരണം ഒരു പീഡ എറുമ്പിലും വരുത്തരുത് എന്ന ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ തന്നെ ഓണക്കാലത്ത് ഒരു പട്ടിണിപ്പീഡ പ്രത്യേകിച്ച് ആർക്കും ഉണ്ടാവരുത്. അന്നേ ദിവസം ഒരു പട്ടീനെ പോലും ഞങ്ങൾ ഓടിക്കുകയോ അന്ന് പട്ടിയെ കാണുമ്പോൾ എറിയുന്നവരൊക്കെ ഉണ്ടല്ലോ, അന്നേ ദിവസം അതുപോലും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. പട്ടിക്ക് ആഹാരം കൊടുക്കും, പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കും. മാത്രമല്ല എൻ്റെ ഓർമ്മയിൽ ഏതോ ഒരമ്മ എവിടെയോ ഉള്ള, ആരേതാണെന്ന് ഇപ്പോഴും ഓർമ്മ കിട്ടുന്നില്ല, എല്ലാ ഓണത്തിനും ആരുമില്ലാത്തൊരമ്മ എല്ലാ ഓണത്തിനും ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. അത് വരും എന്ന് ഞങ്ങൾക്കും അറിയാം, അതിനുവേണ്ടി കരുതി വെച്ചേക്കുമെന്ന് അതിനും അറിയാം. എന്നും വന്നിരുന്നു. അത് എവിടത്തെ ഏതാണെന്നും ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള അതൊക്കെയായിരുന്നു സുഖമുള്ള ഓർമ്മ. അന്നത്തെ പായസത്തിന്റെ മധുരമൊക്കെ ഇപ്പോഴും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ പായസത്തിന്റെ മധുരം ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് കൃത്യമായി പറയാൻ പറ്റില്ല. അത് അങ്ങനെ ഓർക്കുന്നില്ല. നാവിൻ തുമ്പിൽ ഇപ്പോഴും ആ മധുരം ഉണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർ അത് വെറുതെ നമുക്കങ്ങ് പറയാമെന്നേ ഉള്ളൂ, അങ്ങനെ ഒരു ഓർമ്മയൊന്നുമില്ല. പക്ഷെ അന്നത്തെ കാലത്ത് മറ്റേ ഇന്നത്തെ പോലെ ഈ 100 കൂട്ടം രുചികൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന കാലമല്ലല്ലോ. അപൂർവമായി മാത്രം രുചികൾ നമുക്ക് വന്നു ചേരുകയും ആ രുചികൾ പായസ രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു നാരങ്ങ മിഠായിയുടെ, അല്ലെങ്കിൽ 5 പൈസ കൊടുത്തുന്ന ഒരു പ്യാരി മിഠായിയുടെ ഒക്കെ രൂപത്തിൽ മാത്രം കിട്ടുന്ന അനുഭവങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ആളുകൾ പലരും ഈ രുചി നാവിൽ തങ്ങുന്നു എന്നൊക്കെ പറയാൻ കാരണം. അപ്പോൾ സമയം അവസാനിക്കുകയാണ്, നമ്മുടെ സമയം. ഈ ഓണം എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഈ കാലത്ത് ഇപ്പോൾ ഈ ഓണം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഈ പുതിയ തലമുറയ്ക്ക് നൽകാൻ കഴിയുന്ന ഓണ സന്ദേശം എന്താണ്? ഓണ സന്ദേശം പുതിയ തലമുറയ്ക്കെന്ന് പറയുമ്പോൾ അവര് ഈ ഓണം മാത്രമല്ല എന്താഘോഷങ്ങളെയും അറിഞ്ഞ് ആഘോഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് എന്താണ്, ആരോ എന്തോ കാണിക്കുന്നു, ആരോ എന്തോ പറയുന്നു എന്നതിനപ്പുറം നമ്മൾ ആഘോഷിക്കുന്ന ഓരോന്നും അതെന്താണെന്ന് അറിഞ്ഞ് ആഘോഷിക്കുക. അതിൻ്റെ വില എന്താണ്, അത് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്. അതായത് ഒരു ആഘോഷം നമുക്ക് മറ്റുള്ളവന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. അതൊക്കെ അറിഞ്ഞ് അതിനെല്ലാവരും തയ്യാറാകുക. വരും കാലങ്ങളിലുള്ള ആളുകളും ഒരിക്കലും, എൻ്റെ അഭിപ്രായത്തിൽ ഓണം ഒരിക്കലും തീരില്ല. ഒരു കാലത്തും ഇതിൻ്റെ ഭംഗിയും പ്രസക്തിയും മങ്ങില്ല. അപ്പം വരും ആളുകൾ, ഇന്നിപ്പം ഓണം വന്നാലും ചെറിയ കുട്ടികളെല്ലാം ഓണം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അവര് ഇങ്ങനെ എവിടെയൊരു റൂമിൽ അടച്ചിരുന്ന് ഫോണിലും ഇന്റർനെറ്റിലാണ് അവരുടെ ഓണം. അപ്പോൾ അവരൊന്ന് പുറത്തേക്ക് കടന്നിരുന്നെങ്കിൽ അവർക്ക് ഓണം കുറച്ചുകൂടെ ഭംഗിയാകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ശ്രമിക്കുക എന്നാണ് പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് മീഡിയാറ്റിൽ ഒരു ഓണക്കാലത്തെത്തുകയും ഓണത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയും ചെയ്തതിന്. ഒരു എഴുത്തുകാരി എന്ന നിലയിലും വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല, പ്രശസ്തയായ ഒരു എഴുത്തുകാരി എന്ന നിലയിലും കൂടിയാണ് ഓണത്തെ നോക്കിക്കണ്ടത്. അങ്ങേക്ക് പ്രത്യേകം മീഡിയാറ്റിൻ്റെ നന്ദി. ചർച്ച കഴിയുമ്പോൾ ഓണം വലിയ ആവേശമായി മലയാളികൾ കൊണ്ടു നടക്കുന്നു എന്ന് തന്നെയാണ് നാം വിചാരിക്കേണ്ടത്. മലയാളിയെ സംബന്ധിച്ച് ആഘോഷിക്കാനുള്ളതാണ് ഓണം. ഏതൊരു ചെറിയ അവസരവും ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. സന്തോഷിക്കാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുന്നതാണ് എപ്പോഴും ഉചിതം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ഓണം അതിനൊരു നിമിത്തമാവട്ടെ. നന്ദി, നമസ്കാരം.